മൈസൂരിൽ പട്ടാപ്പകൽ വൻ കവർച്ച. ഹുൻസൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. 4.5 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കൊള്ളയടിച്ചു. 5 അംഗ സംഘം മോഷണം നടത്തിയത് തോക്ക് ചൂണ്ടിയാണ്. കൊണ്ടേക്കോ ആരും ഇവിടെ കണ്ടിട്ടൊന്നുമില്ല. ഇത്രയും വിവരമില്ലാത്തവന്മാരാണോ മാലുണ്ണിയാള്? ഇന്നത്തെ കാലത്ത് ഇത്രയും പട്ടാപകല് വന്ന് തോക്ക് ചൂണ്ടിക്കാണ്ട് ഒരു ജ്വല്ലറി കയറിക്കാണ്ട് സ്വർണ്ണൊക്കെ അവിടെ അടിച്ചു മാറ്റിക്കാണ്ട് ഇവിടെ കൊണ്ടുപോകുമ്പോ ഈ പോലീസുകാരൊക്കെ എന്താ മറ്റേ ഊളമാരാണെന്ന് വിചാരിച്ചാ? എങ്ങനെ ഇതേമാതിരി കൊള്ളക്കാർ ഇവിടെ ഇറങ്ങി വരാതിരിക്കല്? സ്വർണത്തിന് അജാതി വിലല്ല ഇവിടെ കയറ്റിയിട്ടുള്ളത്. ഇവര് വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഇതേമാതിരി സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റാണ്ട് കൊണ്ടുപോയിട്ട് ആഡംബര ജീവിതം, ആഡംബര വണ്ടി, സ്വർഗ ജീവിതം, രാജാവിനെ പോലെ വിലസ എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കൂലേ? എന്താ തോക്ക് ചൂണ്ടിക്കാണ്ട് കക്കമാടിയിട്ട് വന്നുള്ള കള്ളന്മാർ ഇവിടെ വിചാരിച്ചത് സിനിമ സ്റ്റൈലില്ലേ, മാങ്ങ അണ്ടിയാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ പോലെ പുഷ്പം പോലെ പിടിച്ചോം. ഇങ്ങനെ കാണാം, കൈന് വിലം കൂട്ടിക്കാണ്ട് ഇങ്ങനെ കാണാം. അധികം വേഗത്തിൽ നമ്മളത്തേക്ക് ന്യൂസ് എത്തും. സ്വർണ്ണം കട്ട കള്ളന്മാർ ഇതൊക്കെ വരികയാണെന്ന് പറഞ്ഞാണ്ട് ഇത്തിരി ചിന്തിച്ചാ പോലെ ഏറ്റവും തലയിൽ താട്ടം കട്ടായിട്ടാണ്, തലച്ചോറല്ലേ? ഇപ്പോഴും വിവരമില്ലാത്തമാരാണ് ഈ പൊട്ടന്മാര്. അതിൽ ഒറ്റനൊക്കെ എടുത്തുകൊണ്ട് പോക്കറ്റ് കെട്ടിക്കാണ്ട് കൊണ്ടുപോകണേ. ഇതൊക്കെയാണ് കൊള്ളക്കാരി എന്ന് പറയുന്നത്. തൂറ്റായിരം കൊള്ളക്കാരി. ആലോചിച്ചോക്കി ഈ കൊള്ളക്കാരെ കാര്യം ആലോചിക്കുമ്പോ ചീരിയാണ് വരുന്നത്. പട്ടാപകല് കവർച്ച സിനിമ സ്റ്റൈലാണ്. സിനിമ സ്റ്റൈല് തേങ്ങാക്കൊല.